എല്ലായ്പ്പോഴും മാറ്റങ്ങളുടെയും സാംസ്കാരിക വിപ്ലവങ്ങളുടെയും ഈറ്റില്ലമായി മാറിയിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ തൃശ്ശൂരിനുള്ളത്. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന പ്രസ്ഥാനങ്ങളുടെ തുടക്കം ഈ മണ്ണിൽ നിന്നായിരുന്നു. ഇതാ ഇപ്പോൾ മാധ്യമ ചരിത്രത്തിലും തൃശ്ശൂർ പുതിയൊരു സുവർണ അധ്യായം കുറിച്ചിരിക്കുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങളെ മുഖ്യധാരയിൽ നിന്ന് പലരും മാറ്റി നിർത്തുവാൻ ശ്രമിച്ചപ്പോൾ ജോയ് ഡാനിയലിന്റെ അഹോരാത്രമുള്ള പ്രയത്നത്തിൽ ഇവിടെ ഒരു ഓൺലൈൻ പ്രസ് ക്ലബ് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ ചരിത്ര ഭൂമികയെ സാക്ഷിയാക്കിയാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തൊഴിലാളികൾക്കായി ശബ്ദമുയർത്തുന്ന ഭൂമിക റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ തങ്ങളുടെ നിർണായകമായ വാർത്താ സമ്മേളനം ഇവിടെ നടത്തിയത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക, അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ആവശ്യമായ നടപടി കാര്യങ്ങളൊന്നും കണ്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിക റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ ഇത്തരത്തിലൊരു ഓൺലൈൻ പ്രസ് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖല കടുത്ത പ്രതിസന്ധിയിലെന്ന് ഭൂമിക റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ അശാസ്ത്രീയമായ ഫെയർ വാല്യൂ നിർണയവും ഉയർന്ന രജിസ്ട്രേഷൻ നിരക്കുകളും കാരണം ഭൂമി വിൽപ്പനയും നിർമ്മാണ മേഖലയും പാടെ തകർന്നിരിക്കുകയാണെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രധാന റോഡുകളിലെ അതേ ഫെയർ വാല്യൂ തന്നെയാണ് ഇടറോഡുകൾക്കും നിശ്ചയിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ വീട് വയ്ക്കുന്നവർ പോലും വൻ തുക മുദ്രപത്രത്തിന് നൽകേണ്ട അവസ്ഥയുമാണ്. ജപ്തി ഭീഷണിയിലുള്ള വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുവാൻ നോക്കിയാൽ പോലും ഉയർന്ന രജിസ്ട്രേഷൻ ഫീസ് വില്ലനാകുന്നു. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗത്വ ഫീസ് കുറച്ച് തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നും ഈ വിഷയങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭൂമിക റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എ രഞ്ജിത്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി കെ കബീർ, വൈസ് പ്രസിഡന്റുമാരായ ജിജോ നീലങ്കാവിൽ, ജില്ലാ കോർഡിനേറ്റർ പി എം ശ്രീനിവാസൻ, ജില്ലാ ട്രഷറർ പ്രഭാത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.